180 സീറ്റോടുകൂടി സുവേന്ദു അധികാരി എന്ന BJPയുടെ അധികായകൻ അധികാരത്തിൽ വരും എന്നാണ് അവരുടെ കണക്കുകൂട്ടൽ. ഒന്നാം ഘട്ട തിരഞ്ഞെടുപ്പ് നടന്നു. അങ്ങനെ തൃണമൂൽ കോൺഗ്രസ് തോറ്റുപോകും എന്നുള്ളത് കൊണ്ടാണ് വ്യാപകമായ ആക്രമണം തൃണമൂൽ കോൺഗ്രസ് തുറന്നു വിട്ടിരിക്കുന്നത്. ഒരു കോൺഗ്രസ് പ്രവർത്തകൻ മരിച്ചു, CPMകാർക്ക് ആവശ്യം പോലെ തല്ല് കിട്ടി, അതുപോലെ തന്നെ BJPക്കാർക്ക് തല്ല് കിട്ടുന്നു. തൃണമൂൽ കോൺഗ്രസ് നന്നായി അവിടെ തല്ല് തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ തന്നെ ലക്ഷണമാണ് തൃണമൂൽ കോൺഗ്രസ് അവിടെ തോറ്റുപോകും എന്നാണ് പറയുന്നത്. നരേന്ദ്രമോദി വലിയ തോതിലാണ് അമിത്ഷായും നരേന്ദ്രമോദിയും ക്യാമ്പയിൻ നടത്തിയത്. അവിടുത്തെ ക്ഷേത്രത്തിൽ പോകുന്നു. അതിലൊരു ക്ഷേത്രത്തിൽ നല്ല തമാശ എന്ന് പറഞ്ഞാൽ മത്സ്യം കൊടുക്കുന്ന ക്ഷേത്രമാണ്. ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ സമയത്ത് ഏതോ ഒരാളിന് അസുഖം ശിഷ്യന് സ്വന്തം ശിഷ്യന് അസുഖം മാറുന്നതിന് വേണ്ടി അവിടെ പൂവും ചെമ്മീനും കൂടെ കൊണ്ട് എന്തോ പൂജ കൊടുത്തതിന് ശേഷമാണ് അസുഖം മാറിയെന്നും അതുകൊണ്ട് ആ ക്ഷേത്രത്തിലെ വിശ്വാസം എന്ന് പറയുന്നത് അവിടെ വരുന്ന ഭക്തർക്ക് മീൻ കറി വെച്ച മീൻ അവിടെ നിന്ന് കൊടുക്കും ആ ക്ഷേത്രത്തിലാണ് നരേന്ദ്രമോദി പോയി തൊഴുകയൊക്കെ ചെയ്തത്. അപ്പോൾ അതിനിടയിൽ ഒരു ക്യാമ്പയിൻ അവിടെ ഇറങ്ങി BJP അധികാരത്തിൽ വന്നാൽ മത്സ്യവും മാംസവും ബീഫും അതുപോലെ തന്നെ ചിക്കനും മട്ടനും ഒക്കെ നിരോധിക്കും, നിങ്ങൾക്ക് വെജിറ്റേറിയനെ കഴിക്കാൻ പറ്റുള്ളൂ എന്നൊരു ക്യാമ്പയിൻ TMC തുറന്നു വിട്ടു, അതായത് മമതാ ബാനർജി തുറന്നു വിട്ടു. പക്ഷേ ആ ക്യാമ്പയിനെ BJP നന്നായി പ്രതിരോധിച്ചത് BJPക്കാർ മത്സ്യം കഴിച്ച് കാണിച്ചു കൊടുത്താണ്. മട്ടനും ബീഫും മത്സ്യവും എല്ലാം, ബീഫ് കഴിച്ചോന്നറിയില്ല, ബാക്കി എല്ലാം കാണിച്ചുകൊണ്ടാണ്, കോഴിയൊക്കെ കഴിച്ച് കാണിച്ചുകൊണ്ടാണ് അതിനെ പകരം തീർത്തത് BJPക്കാർ. നേതാക്കൾ അത് കഴിച്ച് കാണിച്ചു കൊടുത്തു. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ വലിയ മത്സരം നടക്കുന്നു, അവിടെ വലിയ തല്ലാണ് നടക്കുന്നത്, കൂട്ടത്തല്ലാണ് നടക്കുന്നത്. അതിനിടയിൽ MA ബേബി അവിടെ പോയിരുന്നു, റോഡ് ഷോ നടത്തിയിരുന്നു, വൃന്ദാക്കാരാട്ടുമൊക്കെ. MA ബേബി പറയുന്നത് അവിടെ കോൺഗ്രസ്സുകാർ ചതിച്ചു, ഇനി കോൺഗ്രസ്സുമായി ഒന്നിച്ചില്ല, കോൺഗ്രസ് CPM ഒന്നിച്ച് നിൽക്കാമെന്ന് പറഞ്ഞൊരു ധാരണയിലാണ് പോയത്. പക്ഷേ ആ ധാരണ എല്ലാ മണ്ഡലത്തിലും ഉണ്ടായില്ല. വലിയ തല്ല് അവിടെ നടന്നു, അവർ തമ്മിലും തല്ല് നടന്നു. കോൺഗ്രസ് പറ്റിച്ചു എന്നാണ് MA ബേബി പറയുന്നത്. ജനങ്ങളോട് ഞങ്ങൾ മാപ്പ് പറയാൻ തയ്യാറാണ്, ജനങ്ങൾ ഞങ്ങളെ ഉൾക്കൊള്ളാൻ തയ്യാറുണ്ടെങ്കിൽ ഞങ്ങൾ മാപ്പ് പറയാൻ തയ്യാറാണെന്നും MA ബേബി പറയുന്നു. പക്ഷേ ഒരു മാപ്പും കോപ്പും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. 35 വർഷക്കാലം ഒരു ജനതയെ പീഡിപ്പിക്കാവുന്ന അങ്ങറ്റം പീഡിപ്പിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. അതിപ്പോൾ ഇവരെവിടെയെല്ലാം ഭരിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം പീഡനത്തിൽ. കേരളം വേറൊരു സ്ഥലമാണ്, കേരളത്തിൽ അങ്ങനെ പീഡിപ്പിച്ചാലൊന്നും നിൽക്കത്തില്ല. കാരണം ഇവിടെ NSS ഉണ്ട്, SNDP ഉണ്ട്, മുസ്ലിം ലീഗ് ശക്തമാണ്, കേരള കോൺഗ്രസ് ശക്തമാണ്, ലക്ഷക്കണക്കിന് രൂപ പുറത്തുനിന്ന് വരും, കോടിക്കണക്കിന് രൂപയാണ് വിദേശത്തു നിന്ന് വരുന്നത്. കേരളത്തിൻ്റെ രാഷ്ട്രീയം വെച്ചുകൊണ്ട് മറ്റു സ്ഥലത്തെ രാഷ്ട്രീയത്തെ നമുക്ക് വിലയിരുത്താൻ പറ്റത്തില്ല. ഇവിടെ അതുപോലെ മുന്നണി സംവിധാനമാണ്, ആ മുന്നണിയിൽ ശക്തമായിട്ടുള്ള മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യാനികളുടെയും സ്വാധീനമുണ്ട്, എല്ലാം ഉള്ള സ്ഥലമാണ്. അതുകൊണ്ട് ഇവിടെ ഈ ഉടായ്പ നടക്കുന്ന സ്ഥലമല്ല. അതേസമയം മറ്റ് സംസ്ഥാനങ്ങളിൽ, അതേസമയം മറ്റ് രാജ്യങ്ങളിൽ ഇപ്പോൾ നോക്കൂ, പിന്നെ ക്യൂബയിൽ കുറേ മനോഹരമായി കൊണ്ടുപോയിക്കൊണ്ടിരുന്നതാണ് ഫിഡൽ കാസ്ട്രോയുടെ കാലത്തൊക്കെ. പക്ഷേ ഇപ്പോൾ മുച്ചൂട് മുടിച്ച് ആളുകൾക്ക് വെള്ളമില്ല, വൈദ്യുതിയില്ല, ഭക്ഷണമില്ല, കറണ്ടുമില്ല എന്നൊക്കെ പറയുന്ന വളരെ മോശമായി. സോവിയറ്റ് റഷ്യ, എല്ലായിടത്തും ഉത്തര കൊറിയ, പിന്നെ വേറൊരു കിം ജുമിൻ്റെ ഒക്കെ ഒരു തരം എന്താണ് പറയുക, പിന്നെ ഡിക്റ്റേറ്റർഷിപ്പിൽ പോകുന്നതാണ്, ഏകാധിപത്യത്തിൽ പോകുന്നതാണ്. അല്ലാത്ത രാജ്യങ്ങളിലൊക്കെ വളരെ സങ്കടകരമാണ്. ഈ ഇടതുപക്ഷവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊക്കെ വന്ന സ്ഥലങ്ങളിൽ ഒരു പുരോഗതി ഉണ്ടായില്ല. അതുപോലെ തന്നെയായിരുന്നു ബംഗാളും. വളരെ കഷ്ടപ്പെട്ട് 10-15 വർഷം അതിൻ്റെ നിന്നാണ് ജനങ്ങൾ മോചനം നേടി മമതാ ബാനർജിയിലേക്ക് പോയത്. പക്ഷേ മമതാ ബാനർജിയും നിൽക്കുന്നില്ല എന്നാണ് കേൾക്കുന്നത്. അത് വീണ്ടും BJPയിലേക്ക് പോകുന്ന സ്ഥിതിയാണ് അവിടെ കാണുന്നത്. ത്രിപുര ഇതിനിടയിൽ BJPയിലേക്ക് പോയി കഴിഞ്ഞു, ത്രിപുരയും പോയി. പക്ഷേ ബംഗാൾ പോകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ഇപ്പോൾ പറയുന്നതനുസരിച്ച് 180 സീറ്റെങ്കിലും പിടിച്ചുകൊണ്ട് ബംഗാളിൽ സുവേന്ദു അധികാരി മുഖ്യമന്ത്രിയാകാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഇദ്ദേഹം മമതാ ബാനർജിയുടെ സൈറ്റിൽ പോയി അവരെ തോൽപ്പിച്ച ആളാണ്. ഇപ്രാവശ്യം മമതാ ബാനർജി മത്സരിക്കുന്നിടത്ത് ഈ സുവേന്ദു അധികാരി മത്സരിക്കുന്നുണ്ട്. അതൊരു വാശിയുടെ പുറത്ത് മത്സരിക്കുന്നതാണ്, അവരെ തോൽപ്പിക്കുമെന്ന് പറഞ്ഞ്. ചിലപ്പോൾ പിന്നെ മമതാ ബാനർജി 2 ഇടത്ത് മത്സരിക്കുന്നുണ്ട്, ചിലപ്പോൾ തോറ്റുപോകാൻ സാധ്യതയുണ്ട്. ഒരിടത്ത് ഈ സുവേന്ദു അധികാരി മത്സരിക്കുന്ന സ്ഥലത്ത് തോറ്റുപോകാൻ സാധ്യതയുണ്ട്. ഇതൊക്കെയാണ് ബംഗാൾ രാഷ്ട്രീയത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിലൊക്കെ ഉപരിയായി ഗൂണ്ടായിസം വളരെ വലിയ തോതിലാണ് അവിടെ ഗൂണ്ടായിസം നടക്കുന്നത്, വലിയ തല്ല് നടക്കുകയാണ്. അത് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നതിനപ്പുറമുള്ള തല്ല് അവിടെ നടക്കുന്നു, കൂട്ടക്കൊല നടക്കുന്നു, ഗ്രാമങ്ങളിലാണ് പ്രത്യേകിച്ച്. ഇനി BJP പിന്നെ തൃണമൂൽ കോൺഗ്രസ് തോൽക്കുകയൂടെ ചെയ്താൽ വളരെ വലിയ സംഘർഷമായിരിക്കും ഉണ്ടാകുന്നത് എന്ന് നമുക്ക് പറയേണ്ടി വരും. എന്തായാലും വളരെ മനോഹരമാണ്, രസകരമാണ് കാര്യങ്ങൾ. ബംഗാൾ രാഷ്ട്രീയം പഠിച്ചാൽ വളരെ മനോഹരമാണ്. കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ ബുദ്ധിമുട്ട് ഉള്ള രീതിയിലാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ 180 സീറ്റിൽ ബംഗാളിൽ BJP അധികാരത്തിൽ വരും എന്നാണ് BJP ഇപ്പോൾ കണക്കുകൂട്ടുന്നത്. 1ാം ഘട്ട തെരഞ്ഞെടുപ്പേ കഴിഞ്ഞോളൂ. 2ാം ഘട്ട തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നതിന് 2 ദിവസം കഴിയുമ്പോൾ 2ാം ഘട്ട തെരഞ്ഞെടുപ്പായി. 2ാം ഘട്ട തെരഞ്ഞെടുപ്പ് ബംഗാളിൽ കഴിഞ്ഞാൽ ഈ 5 സ്ഥലത്തെയും, ബംഗാളിലെയും കേരളത്തിലെയും അതുപോലെ തന്നെ പിന്നെ ഹിമാചൽ പ്രദേശിലെയും
പിന്നെ തമിഴ്നാട്ടിലെയും എല്ലാ സ്ഥലത്തെയും എക്സിറ്റ് പോളുകൾ പുറത്തുവിടാനും പറ്റും. അതാണ് എല്ലാവരും വച്ചുകൊണ്ടിരിക്കുന്നത്. എക്സിറ്റ് പോൾ പുറത്തുവിടാതെ എക്സിറ്റ് പോളുകൾ പുറത്തുവിടാനും പറ്റും. അപ്പോൾ നമുക്കറിയാൻ പറ്റും ഈ സർവേകൾ ആരാണ് വരുന്നതെന്ന് അറിയാൻ പറ്റും. എന്തായാലും ബംഗാളിൽ BJP വരും എന്ന് തന്നെയാണ് കേൾക്കുന്നത്. അത് 180 സീറ്റിൽ വരുമെന്നാണ് മോദിയും അമിത്ഷായും സുവേന്ദു അധികാരിയും പറയുന്നത്. നമുക്ക് കാത്തിരുന്ന് കാണാം. പക്ഷേ അടിയോടടിയാണ്. അടി തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ പ്രധാന കാരണം തൃണമൂൽ കോൺഗ്രസ് തോറ്റു പോകുമോ എന്നത് കൂടിയാണ് എന്നാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്. നാഷണൽ ചാനലുകളെല്ലാം ബംഗാളിലേക്ക് തിരിഞ്ഞു വച്ചിട്ടുണ്ട്. ബീഹാറിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി പറഞ്ഞു, ബീഹാറിലൂടെ ഒഴുകുന്ന ഗംഗാ നദി അവസാനിക്കുന്നത് ബംഗാളിലാണെങ്കിൽ ബംഗാളിൽ മമതാ ബാനർജിയുടെ ഭരണം ഞങ്ങൾ അവസാനിപ്പിച്ചിരിക്കുമെന്ന് പറഞ്ഞ് വലിയ തോതിലാണ് ഇപ്പോഴിതാ ബംഗാളിൻ്റെ വിട്ടിട്ട് ഗംഗാ മുകളിലേക്ക് ഒഴുകുന്ന പഞ്ചാബും കൈകാര്യം ചെയ്യാൻ BJP തയ്യാറായിട്ടുണ്ട്. ആം ആദ്മി പാർട്ടിയിലെ 10 പേരിൽ MP-മാരിൽ 7 MP-മാരെ കൊണ്ടുപോയിട്ടുണ്ട്. 60 MLA-മാരെയും BJP കൊണ്ടുപോകുന്നു. BJP-യിലേക്ക് ഇപ്പോൾ ചേർന്ന രാഘവ് ചദ്ദ ചെറുപ്പക്കാരനാണ്. അദ്ദേഹം മുഖ്യമന്ത്രിയാകാൻ പഞ്ചാബിൽ തയ്യാറെടുക്കുന്നു എന്നാണ് കേൾക്കുന്നത്. എന്തായാലും BJP-യുടെ പടയോട്ടം പഞ്ചാബിലും വരാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ബംഗാളിൽ വലിയ പടയോട്ടമാണ് BJP നടത്തുന്നത്. ഇപ്പോഴുള്ള 70 സീറ്റിൽ നിന്ന് 70-77 സീറ്റാണ്. അതിൽ നിന്ന് 180 സീറ്റിലേക്ക് വന്ന് ഭരണത്തിൽ വരുമെന്ന് ഉറച്ച് BJP വിശ്വസിക്കുന്നു. നമുക്ക് 5-ാം തീയതി 4-ാം തീയതി ഈ വോട്ടെണ്ണൽ കഴിയുമ്പോൾ നമുക്കറിയാം ആർക്കാണ് അവിടെ ഭൂരിപക്ഷമെന്ന്.